ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയിൽ ഓരോ ചാപ്റ്ററിനും എന്തായാലും പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇതൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരത്തെ 99 ഷുവർ ക്വസ്റ്റൻ ലൈവിലും അതുപോലെ തന്നെ നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിലായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട് തീർച്ചയായും വൈകുന്നേരത്തെ നാളെ രാവിലത്തെ ലൈവിൽ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ ചോദിക്കാൻ ചാൻസ് SI യൂണിറ്റ്സ് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1 മാർക്കിനൊക്കെ വരുള്ളൂ. അപ്പോൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് 7 SI യൂണിറ്റ്സ് പഠിച്ചു വെക്കുക. പിന്നെ ചെക്കിംഗ് ഡയമെൻഷണൽ കറക്റ്റ്നസ് ഒരു ഇക്വേഷൻ വരും. എന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ മതി. ഇത് എല്ലാ വർഷം ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് വന്നില്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലും ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷനോ അല്ലെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷനോ അല്ലെ ക്വസ്റ്റനോ എന്നുള്ള രീതിയിൽ വരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് എന്തായാലും പഠിക്കണം. ഓക്കെ, ഇത് പഠിച്ചിട്ടേ ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ മോഷൻ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ന്യൂമറിക്കൽസ് V = U + AT V² = U² + 2A വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അറിയില്ലെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്. അപ്പോൾ ഒരു ഗ്രാഫ് തരും, ആ ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്നുള്ള ടൈപ്പുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്തില്ല തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. വൈകുന്നേരത്തെ ലൈവിൽ ചെയ്യുന്നുള്ള കാര്യം എപ്പോഴും ഞാൻ പറയുന്നില്ല, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ. ഈ ചാപ്റ്ററിൻ്റെ ഡെറിവേഷൻ വേറെ ഒന്നും ഇല്ല, സീരിയസ് ആയിട്ടുള്ള ഡെറിവേഷൻ വേറെ ഒന്നുമില്ല. ഡെറിവേഷൻസ് ഉണ്ട്, നമ്മൾ ഇന്നലത്തെ ലൈവിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡെറിവേഷനാണ് എപ്പോഴും ചോദിക്കുക. V = U + AT, V² = U² + 2S. അതിൽ V² = U² + 2Sഉം അതുപോലെ S = UT + RV² ആണ് പൊതുവെ കൂടുതൽ ചോദിക്കാറ്. പഠിച്ചു വെച്ചേക്ക് കേട്ടോ. മോഷൻ പ്ലെയിനിൽ വരികയാണെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ ഡെറിവേഷൻ ഇല്ലാണ്ട് ഈ ചാപ്റ്ററിന് വേറെ അത് ചോദിച്ചിട്ടേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ റേഞ്ച്, ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായാലും പഠിച്ചോ. സർക്കുലർ മോഷനിലെ 2 ഡെറിവേഷനാണ് V = ωr ഡെറിവേഷനും അതുപോലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ = V²/r ഡെറിവേഷനാണ്. ഇതിൽ കൂടുതലും V = ωr ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, പക്ഷേ ഇതും ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. പ്രൊജക്ടൈൽ മോഷൻ്റെ ന്യൂമറിക്കൽസ്, അപ്പോൾ റേഞ്ചിൻ്റെയും അതിൻ്റെ ടൈമിൻ്റെയും ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം, കാരണം അത് ബേസ് ആയിട്ട് ന്യൂമറിക്കൽസ് പരീക്ഷയിൽ ചോദിക്കും കേട്ടോ. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, പിന്നെ 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ടൈൽ മോഷനാണ് ഈ ചാപ്റ്ററിൽ, കാരണം അതില്ലാതെ ഈ ചാപ്റ്ററിന് ചോദ്യം ഇല്ല എന്ന് തന്നെ പറയാം, അതിലൊരു സംശയമില്ല. ലോസ് ഓഫ് മോഷനിൽ ഇവരാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, F = m ഡെറിവേഷൻ 2 സ്റ്റെപ്പ് ഉള്ളൂ, വേണം പഠിക്കാം. കൺസർവേഷൻ മൊമെൻറ്റത്തിൻ്റെ ഡെറിവേഷൻ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ടും തേർഡ് ലോ ഉപയോഗിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലോ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, പക്ഷേ തേർഡ് ലോ പഠിച്ചു വെക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു വെക്കുക. ആംഗിൾ ഓഫ് ഫ്രീ പോസിൻ്റെ ഡെറിവേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാർ ഓൺ ലെവൽ റോഡ്, കാർ ഓൺ ബാങ്ക് റോഡാണ് കൂടുതൽ ചോദിക്കുക, പക്ഷേ ലെവൽ റോഡും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെറിവേഷൻസ് പഠിക്കണേ, ഇന്നത്തെ ലൈവ് കിടപ്പുണ്ട്, പോയിരുന്ന് കാണാം. വർക്ക് എനർജി പവറിലേക്ക് വരുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് വെച്ചുള്ള ന്യൂമറിക്കൽസ് ഭയങ്കര സിമ്പിളായിരിക്കും, ചെയ്യാം. ഇന്നത്തെ ലൈവിലൊക്കെ ചെയ്യുന്നതായിരിക്കും. വർക്ക് എനർജി തിയറത്തിൻ്റെ ഡെറിവേഷൻ പഠിച്ചു വെക്കുക. കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി ഡെറിവേഷൻ, ഓക്കെ, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി ഡെറിവേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഒന്ന് എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കേട്ടോ. സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ U = ½ kx² ഇക്വേഷൻ. പവറിൻ്റെ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. 2 ഫോർമുലയുള്ള വർക്ക് ബൈ ടൈം, പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല FV ആണ്. ശരിക്കും F.V ആണ്, പക്ഷേ ഫോഴ്സും വെലോസിറ്റി ഒരു ഡയറക്ഷനിലാണെങ്കിൽ FV എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഫോഴ്സിൻ്റെ വെലോസിറ്റി ന്യൂമറിക്കൽസ് വരും. പിന്നെ എലാസ്റ്റിക് കൊളീഷൻ ഡെറിവേഷൻ, എലാസ്റ്റിക് കൊളീഷനിൽ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് മനസ്സിലായി. നിങ്ങൾ ഓൾറെഡി കുറച്ച് പഠിച്ചവരാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് ആലോചിക്കുക. അറിയില്ലെങ്കിൽ എന്തെങ്കിലും മറന്നുപോയി തോന്നുകയാണെങ്കിൽ വേഗം പോയി ആ ടോപ്പിക്ക് മാത്രം ഒന്ന് പഠിച്ച് വെച്ചേക്ക്. ബാക്കിയുള്ളത് നമുക്ക് 99 ഷുവർ ക്വസ്റ്റൻസിൽ ചെയ്യാം കേട്ടോ. റൊട്ടേഷനിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ന്യൂമറിക്കൽസ് ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. K = √5/m ഫോർമുല ഉപയോഗിക്കാം. I ഇട്ട് കൊടുക്കുക, M താഴെ ഉണ്ടാവും, M കട്ടായി പോയപ്പോഴും എപ്പോഴും M കട്ടായി പോകും. അപ്പോൾ ന്യൂമറിക്കൽസ് ചോദിക്കും, അതിൻ്റെ ഡെഫിനേഷൻ കൂടി പഠിച്ച് വെച്ചേക്കും. ടോർക്കിൻ്റെ കാൽക്കുലേഷൻ അത് വെക്ടർ ഫോമിൽ, അതേ ബേസിക്കലി എന്താണ്, R തരും, F തരും, ഒരു 3i + 4j + ഇത് 5i - 7j എന്നൊക്കെ തരും. എന്നിട്ട് ചോദിക്കും ടോർക്ക് തരുന്നത്. അപ്പോൾ ആ മെട്രിക്സ് ഒക്കെ എഴുതി I, J, K എന്നൊക്കെ എഴുതി ചെയ്യാനുള്ള പരിപാടി പഠിച്ചു വെച്ചോ കേട്ടോ. അറിയില്ലെങ്കിൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡെറിവേഷൻ, ദാറ്റ് ഈസ് ബേസിക്കലി ടോർക്ക് = dL/dt എന്ന് പറഞ്ഞ സാധനം ഡിറൈവ് ചെയ്യാനുള്ള സാധനം എപ്പോഴും ചോദിക്കുന്നതാണ്, കാരണം ഈ ചാപ്റ്ററിന് വേറെ കാര്യമായ ഡെറിവേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്ക്. പിന്നെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും കൈനറ്റിക് എനർജിയുടെ ന്യൂമറിക്കൽസ്, L = I ω എന്ന് പറഞ്ഞ ഫോർമുല ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജി, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ½ Iω², ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് പഠിച്ചു വെച്ചോളൂ, ചോദിക്കും. അറിയില്ലേ വീണ്ടും ലൈവിൽ വരാം, അത്രേ ഉള്ളൂ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം പഠിച്ചു വെക്കുക, സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. പിന്നെ അത് ബേസ് ആയിട്ട് ചോദിക്കും, കൈ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ I കൂടുമോ ω കൂടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പ്രോബ്ലംസ് പഠിച്ചു വെക്കുക. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചോ, മാത്രമല്ല അതിൻ്റെ പ്രോബ്ലം പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ആണ് ആവറേജ് ലൊക്കേഷൻ ഓഫ് പൊസിഷൻ ഓഫ് മാസസ്, ആവറേജ് ലൊക്കേഷൻ ഓഫ് ദി പൊസിഷൻ ഓഫ് മാസസ്, അത്രേ ഉള്ളൂ സംഭവം. സെൻറ്റർ മാസിൻ്റെ പ്രോബ്ലംസ് ലൈവിൽ ചെയ്യുന്നതായിരിക്കും, പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രാവിറ്റേഷനിൽ വേരിയേഷൻ ഓഫ് G with ഹൈറ്റ് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ്, ഡെപ്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും ചോദിക്കും കേട്ടോ. പിന്നെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, നല്ലതായിരിക്കും. ഇത് ഡെറിവേഷൻ ഇൻറ്റൻസീവ് ചാപ്റ്റർ ആണ്.
എസ്കേ വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി ഡെറിവേഷൻസ് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂമറിക്കൽസ് ഇവിടെ നിന്നൊക്കെ വരാം കേട്ടോ, ഇവിടെ നിന്നൊക്കെ ന്യൂമറിക്കൽസ് വരും. ഏത് ടോപ്പിക്കിൽ നിന്നാണ് ന്യൂമറിക്കൽസ് വരാം? ഏറ്റവും കൂടുതൽ വേരിയേഷൻ വിത്ത് ഹൈറ്റ് നിന്നാണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ എനർജി ഓഫ് സാറ്റലൈറ്റ്സിൻ്റെ ഡെറിവേഷൻ പഠിച്ച് വെക്കണമെങ്കിൽ ചെയ്തോ, ഇക്വേഷൻസും പഠിച്ച് വെക്കാം. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി അറിയില്ല ലൈവിൽ പഠിച്ചു, എല്ലാം അറിയില്ല ലൈവിൽ പഠിച്ചിട്ട്. ഇത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്, എങ്കിലും ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തേക്ക്. പഠിച്ചില്ലേ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കെപ്ലസ് ലോ എന്തായാലും പഠിക്കണം. കെപ്ലസ് ലോൻ്റെ മൂന്ന് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇതിലെന്താണ് ഹൂക്സ് ലോ എന്താണ് മക്കളെ? സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. യങ്സ് മോഡലസ്, ഷിയർ മോഡലസ്, ബൾക്ക് മോഡൽസ്, മൂന്നിൻ്റെ ഇക്വേഷൻ പഠിച്ചോ. യങ്സ് മോഡലസിൻ്റെ കൂടുതൽ പരീക്ഷയിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ന്യൂമറിക്കൽസ് ചോദിക്കാം, ഇതാണ് ചാൻസ് കൂടുതൽ, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മൂന്നിൻ്റെ ഫോർമുല പഠിച്ചു വെച്ചോ. ന്യൂമറിക്കൽ ബേസ്ഡ് ഓൺ ഇത് മൂന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ. കംപ്രസിബിലിറ്റി ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, ന്യൂമറിക്കൽ ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. ഡെഫിനിഷനും ഫോർമുലയും പഠിച്ചു വെച്ചാൽ മതി. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ മൊത്തം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്, ഓരോ പോയിന്റ്സ് ഏതാണ്, എലാസ്റ്റിക് ലിമിറ്റ് ഏതാണ്, ഈ എല്ലാ ഓരോ പോയിന്റും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും പഠിച്ചു വെക്കണം. എല്ലാ വർഷവും ഈ ചാപ്റ്റർ, കാരണം ഈ ചാപ്റ്റർ വേറെ ഒന്നും ചോദിക്കാനില്ല, ഇതൊക്കെ ചോദിക്കാനുള്ളൂ. തെർമൽ പ്രോപ്പർട്ടീസ് കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാം നമുക്ക് വേഗം സിംപ്ലിഫൈ ചെയ്യാം. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ, ബീറ്റ ആൻഡ് ഗാമ, അത് മൂന്നും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ കൺവേർഷൻ പ്രോബ്ലം വരും, അപ്പോൾ പ്രോബ്ലം ന്യൂമറിക്കൽസിൻ്റെ ഫോർമുല ഓർത്ത് വെച്ചോളൂ. തെർമൽ എക്സ്പാൻഷൻ്റെ ഡെഫിനിഷനൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതിൻ്റെ മൊത്തം സംഗതി ഒന്ന് പഠിച്ചു വെച്ചോ, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡെഫിനിഷൻ, ലേറ്റന്റ് ഹീറ്റ് ഡെഫിനിഷൻ, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതിൻ്റെ വ്യത്യാസങ്ങളൊന്ന് പഠിച്ചു വെക്കുക. തെർമൽ കണ്ടക്ടിവിറ്റിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്താണെന്ന് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ന്യൂട്ടൺസ് ലോ എന്താണെന്നുള്ള കാര്യം, അതിൻ്റെ ന്യൂമറിക്കൽസും പരീക്ഷ ചോദിക്കാൻ പഠിച്ചു വെച്ചേക്കും കേട്ടോ. തെർമോഡൈനാമിക്സിലേക്ക് വരികയാണ്, ലാസ്റ്റ് ചാപ്റ്റർ. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഡെഫിനിഷൻസ് പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു വെക്കണം, എപ്പോഴും ചോദിക്കും. സ്റ്റേറ്റ് വേരിയബിൾ, പാത്ത് വേരിയബിൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കും. അപ്പോൾ ഓരോ വേരിയബിൾ സ്റ്റേറ്റ് വേരിയബിൾ, ആരാണ് 2 പാത്ത് വേരിയബിളേ ഉള്ളൂ, ആരാണ് ഹീറ്റും വർക്കും. ഓക്കെ, പാത്ത് വേരിയബിൾ, ബാക്കിയുള്ള എല്ലാവരും സ്റ്റേറ്റ് വേരിയബിൾസ്. ഇന്റർണൽ എനർജി, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെ സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. എക്സ്റ്റൻസീവ്, ഇൻറ്റൻസീവ്, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ചോദിക്കും മാസ് എക്സ്റ്റൻസീവ് വേരിയബിൾ ആണോ, ഇൻറ്റൻസീവ് വേരിയബിൾ ആണോ, ഇന്റർണൽ എനർജി എക്സ്റ്റൻസീവ് ആണോ, ഇൻറ്റൻസീവ് ആണോ, അറിയില്ലെന്ന് പഠിച്ചു വെച്ചേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോ തെർമൽ എക്സ്പാൻഷൻ്റെ വർക്കിൻ്റെ ഡെഫിനിഷൻ, ഡെറിവേഷൻ എപ്പോഴും ചോദിക്കുന്നത്, പഠിച്ചു വെച്ചേക്ക്. അത് ചോദിച്ചില്ലെങ്കിൽ അടിവാരി വയ്ക്കും, അടിവാരി ചോദിച്ചാൽ ഇത് വയ്ക്കും. ഓക്കെ, മേയേഴ്സ് റിലേഷൻ, CP - CV = R, അതും പരീക്ഷ ചോദിക്കാറുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ചോദിക്കാം. പിന്നെ വർക്കിംഗ് ഓഫ് കാർണോയിജിൻ്റെ വർക്കിംഗ്, പിന്നെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ 1 - T/T2 - T1, ഇത് ബേസിലുള്ള പ്രോബ്ലം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടത്. അപ്പം എന്തായാലും പഠിച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏതാ അറിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് മാത്രം പോയി ഒന്ന് റിവൈസ് ചെയ്യാം. ബാക്കി അറിയുന്ന കാര്യങ്ങളൊന്നും ഒക്കെ ഒന്നും കൂടി സെറ്റാക്കുക. ഒന്നും അറിയില്ലെങ്കിൽ രാത്രി എത്തി നാളത്തെ രാവിലത്തെ ലൈവിൽ വരാം, ഫുൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. വൈകുന്നേരത്തെ ലൈവിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.